പ്രിയമുള്ളവരെ, ഇന്നലെ കുവൈറ്റിനെ ആകെ നടുക്കിയ അഗ്നിബാധയെ തുടർന്ന് ഉണ്ടായ മരണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇന്നലെ രാവിലെ 4:30 മുതൽ തന്നെ കലയുടെ പ്രവർത്തകർക്ക് വളരെ സജീവമായി തന്നെ ഈ അഗ്നിബാധ പ്രദേശത്ത് വളരെ സജീവമായി തന്നെ ഇടപെടാൻ കഴിയുകയുണ്ടായി. അവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുവൈറ്റ് സർക്കാരിൻ്റെ ഭാഗമായി കൊണ്ട് എത്തിച്ചേർന്ന പോലീസും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കലാ കുവൈറ്റിന് അവിടെ വിതരണം ചെയ്യുവാൻ കഴിയുകയും അതിൻ്റെ ഭാഗമായി കൊണ്ട് പോലീസ് മേധാവികൾ കലാ കുവൈറ്റിലെ പ്രവർത്തകരെ അനുമോദിക്കുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം കുവൈറ്റിലെ വിവിധങ്ങളായ ആശുപത്രികളിൽ കലയുടെ പ്രവർത്തകർ കൃത്യമായി ഇടപെടുകയും അതിൻ്റെ ഭാഗമായി കൊണ്ട് കൃത്യമായ ഡാറ്റാബേസ് ഉണ്ടാക്കുകയും കലയുടെ ഭാഗമായി കൊണ്ടുണ്ടാക്കിയ ഹെൽപ്പ് ഡെസ്കും നോർക്ക റൂട്ട്സിൻ്റെ ഭാഗമായി കൊണ്ട് ഉള്ള ഹെൽപ്പ് ഡെസ്കിൻ്റെയും ഭാഗമായി കൊണ്ട് കേരളത്തിൽ നിന്നും മറ്റു വിവിധ സ്ഥലങ്ങളിൽ നിന്നും തങ്ങളുടെ ഉറ്റവരെക്കുറിച്ച് അറിയുവാനുള്ള അന്വേഷണങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകുവാനും കലയുടെ പ്രവർത്തകർക്ക് ഇന്നലെ മുതൽ ഇന്ന് ഈ നിമിഷം വരെയും കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് രാവിലെ ഇന്ത്യൻ എംബസി ഞങ്ങളെ എംബസിയിലേക്ക് ക്ഷണിച്ചതിൻ്റെ ഭാഗമായി കൊണ്ട് ഇന്ത്യൻ എംബസിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ മരണപ്പെട്ട ആളുകളെ നാട്ടിലെത്തിക്കുവാനുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തികൾക്ക് കലാ കുവൈറ്റിൻ്റെ പ്രവർത്തകർക്കും സജീവമായി തന്നെ ഇടപെടാൻ കഴിഞ്ഞതിൻ്റെ എല്ലാം ഭാഗമായി കൊണ്ടാണ് ഇന്ന് 4:30 മണിയോടുകൂടി ദജീജ് മോർച്ചറിയിൽ നടക്കുന്ന എംബാമിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്തും കലയുടെ പ്രവർത്തകരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഈ നാടിനെ ഇത്തരത്തിൽ സംഭവിച്ച ഈ അപകടത്തിൽ അതീവമായ ദുഃഖം രേഖപ്പെടുത്തുകയും ആണ് ഈ അവസരത്തിൽ. ഇന്ന് 4:30 തന്നെ മരണപ്പെട്ട 46 ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കുവാൻ ഉള്ള ശ്രമം നടത്തിയ കുവൈറ്റ് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസിയെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതിൽ തന്നെ 21ഓളം മലയാളികളുടെ മൃതദേഹവും കേരളത്തിലേക്ക് പോകുന്നുണ്ട്. വളരെ സജീവമായ വളരെ ഊർജ്ജസ്വലമായ ഇടപെടലാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കുവൈറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുകൂടി ഈ ഒരവസരത്തിൽ പറഞ്ഞു പോകുകയാണ്.